സിനിമ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതിലെ ലാംഗ്വേജ് ഏതായാലും അതൊരു പ്രശ്നമായി വരുന്നില്ല. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ കൊറിയൻ സിനിമയാണ് ഹോം ഫോർ റെന്റ്. നായകനായ കവിൻ്റെയും കുടുംബത്തിൻ്റെയും പഴയ വീട്ടിൽ 2 വാടകക്കാർ താമസിക്കാൻ വരുന്നു. കഥ തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. അവരെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായി കവിന് തോന്നിയിരുന്നു. എന്തൊക്കെയോ വാടകക്കാർ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അവർ അവിടെ താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭർത്താവായ കവിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസം വരുന്നതായി ഭാര്യയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കവിൻ്റെ നെഞ്ചിൽ കണ്ട ആ ടാറ്റു ആ വാടകക്കാരിയ സ്ത്രീയുടെ കയ്യിലും അവൾ കാണുന്നു. കൂടാതെ രാത്രികാലങ്ങളിൽ ആ വീട്ടിന് മുകളിൽ കാക്കകൾ വട്ടമിട്ട് പറക്കാറുണ്ടെന്ന് അവരുടെ ആൻറ്റി ഭയത്തോടെ പറയുന്നു. ആ വാടകക്കാർ ദുർമന്ത്രവാദികളായിരുന്നു. അവർ തൻ്റെ മരിച്ചുപോയ പേരക്കുട്ടിയുടെ ആത്മാവിനെ കവിൻ്റെ മകളിൽ ആവാഹിക്കാനായി പ്ലാൻ ചെയ്തു വന്നതാണ്. പക്ഷേ ക്ലൈമാക്സിൽ പണ്ട് മരിച്ചുപോയ കവിൻ്റെ ആദ്യത്തെ മകളുടെ ആത്മാവാണ് ആ കുട്ടിയുടെ ദേഹത്ത് കയറുന്നത്.